നല്ലൊരു ചേമ്പ് കറി ഉണ്ടാക്കാം. അതിനായിട്ട് 2 ചേമ്പ് എടുത്ത് ചേമ്പ് കഴുകി ക്യൂബ് സൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. നല്ലൊരു ഒഴിച്ചുകറിയാണിത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയാണ്. നല്ല ടേസ്റ്റിയുമാണിത്. കറിയുടെ അരപ്പിന് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാം. ഒരു അരമുറി തേങ്ങ, ഒരു ചെറിയ തേങ്ങയുടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 3-4 ചെറിയുള്ളി, 2 പച്ചമുളക് ഞാൻ ചേർക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്തോളൂ. ചില സ്ഥലത്ത് ചില സമയത്ത് നല്ല എരിവുണ്ടാവും പച്ചമുളകിന്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇതൊരു പ്രത്യേക ടേസ്റ്റ് നൽകും. ഇതെല്ലാം കൂടി ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. നമുക്ക് ചേമ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആദ്യമേ ഉപ്പ് ചേർത്തില്ല, ഇപ്പോഴാണ് ഉപ്പ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം കുടംപുളിയും കുറച്ച് കുടംപുളി വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ടേസ്റ്റ് ബാലൻസ് ചെയ്യാനും ചില ചേമ്പിന് ചൊറിച്ചിലുണ്ടാകും, ആ ചൊറിച്ചിലൊക്കെ ഒന്ന് മാറാനും വേണ്ടിയാണ് പുളി ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്കൊരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ചേമ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സി കഴുകി ആവശ്യത്തിനുള്ള ചാറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. തിളയ്ക്കാതെ തന്നെ നന്നായിട്ടൊരു 2 മിനിറ്റ് സിമ്മേ വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അരപ്പ് ചേർത്ത് കഴിഞ്ഞ് തിളയ്ക്കാൻ പാടില്ല. വളരെ ടേസ്റ്റിയും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. എന്നും മോരൊക്കെ ഒഴിച്ച് കൂട്ടുന്നവർ ഈ കറിയൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. ഇടയ്ക്ക് നല്ലൊരു മാറ്റം, നല്ല ടേസ്റ്റുള്ള കറിയാണിത്. അരപ്പ് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. നമ്മൾ ചക്കക്കുരു മാങ്ങയൊക്കെ കറി വെക്കുമ്പോൾ അരയ്ക്കുന്ന പോലെ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റായിട്ടുള്ള കറിയാണ്. താങ്ക് യു. ഇതിലേക്ക് കടുക് പൊട്ടിച്ച് ചേർത്താലും ഇനിയും ടേസ്റ്റ് ഉണ്ടാകും, പക്ഷേ അല്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ കടുക് പൊട്ടിച്ചൊന്നും ചേർക്കുന്നില്ല. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റുള്ള കറിയാണ്. തിളയ്ക്കാതിരുന്നാൽ മതി. തിളയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ നന്നായിട്ട് ചൂടാക്കി വാങ്ങിയെടുക്കുക. ഓക്കെ, ബൈ ബൈ.